അപ്പൊ നമുക്ക് നമ്മുടെ ചെക്കനെ പുറത്തേക്ക് എടുക്കാം. വടമുത്തേ വാ. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്ന ആർസി കാറിന് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ഇതുവരെ അൺബോക്സ് ചെയ്ത ആർസി കാറുകളെ പോലെയല്ല. നമ്മൾ ഇതുവരെ അൺബോക്സ് ചെയ്ത എല്ലാ ആർസി കാറും നമ്മൾ അവനെ കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നത് റിമോട്ടിലൂടെയാണ്. പക്ഷെ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യുന്ന ആർസി കാറ് അവൻ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പോകുന്നത് മൊബൈലിലൂടെയാണ്. നമ്മൾ മൊബൈലിൽ റേസിംഗ് ഗെയിം കളിക്കുന്ന സമയത്ത് കാറ് ഗെയിമിന്റെ ഉള്ളിലുണ്ടാവുക. അതിന് പകരം ആ കാറ് നമ്മുടെ മുമ്പിലുണ്ടെങ്കിൽ അവനെ നമുക്ക് മൊബൈലിലൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എങ്ങനെ ഉണ്ടാവും? അടിപൊളിയാവില്ലേ? അവനെയാണ് ഇന്ന് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ഇതാണ് ഗൈസ് നമ്മുടെ മിറാന എക്സ്പ്ലോറർ. അപ്പൊ ഇവനെ പുറത്തേക്ക് കിടക്കണ മുന്നേ നമുക്ക് ഇവന്റെ പെറ്റിയുടെ ചുറ്റും ഒന്ന് നോക്കി നോക്കാം. അപ്പൊ പ്ലേ ടൈം 60 മിനിറ്റ് ആയിട്ട് ഗൈസ് പറയുന്നത്. അതുപോലെ 10 km/h മാക്സിമം സ്പീഡ് പറയുന്നുണ്ട്. 2500 mAh ബാറ്ററി, 1.5x പവർഫുൾ ബൂസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റേസിംഗ് ഗെയിം കളിക്കുന്ന സമയത്ത് സ്പീഡ് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ബൂസ്റ്റർ ഉണ്ടാവില്ലേ, ആ സംഭവം നമ്മൾ ഈ ആർസി കാറിലുണ്ട്. പിന്നെ നമ്മളെ ഫോണിന്റെ നോർമൽ ചാർജർ വെച്ചിട്ട് നമുക്കൊരു ചാർജ് ചെയ്യാം. പിന്നെ അതുപോലെ ഈ കാണുന്നുണ്ടല്ലോ, ഇത് മൊത്തം നമ്മളെ ആർസി കാറിന്റെ ഫീച്ചേഴ്സ് ആട്ടാ. അപ്പൊ ഇതിന്റെ ഓരോന്നായിട്ട് ഞാൻ പറയണില്ല, ഇവനെ നമുക്ക് അൺബോക്സ് ചെയ്തിട്ട് എല്ലാതും ചെക്ക് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് നമ്മുടെ ചെക്കനെ പുറത്തേക്ക് എടുക്കാം. വടമുത്തേ വാ. ലുക്ക് വൈസ് ഭയങ്കര രസം ഇട്ട ആളൊക്കെ നമ്മളെ മിലിറ്ററി വണ്ടികളില്ലേ ഗൈസ്, ആ സെയിം ലുക്ക് ഇട്ടാ. എന്താ സംഭവം? പുറത്തേക്ക് ആക്കാൻ പറ്റുമോ? ഹേയ്, അത് കൊള്ളാലോ. നമ്മളെ നോർമൽ കാറുകളിലുള്ള ബോണറ്റ് പൊന്തിക്കുമല്ലോ, ആ സെയിം സംഭവം ലോക്ക് ചെയ്തേക്കാം. പൊളിച്ചു, ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഗൈസ്. പിന്നെ 2 ഓട്ടോ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് സംഭവം വെച്ചിട്ടാ എക്സ്ട്രാ ഫിറ്റിങ്സ് ആഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് ഞാൻ സംഭവം ബോക്സിൽ കണ്ടിട്ടുണ്ടായിരുന്നു ഗൈസ്. ഇതാ ഈ കാണുന്ന സംഭവങ്ങളുണ്ടല്ലോ, ഇത് മൊത്തം നമുക്ക് വണ്ടിയിൽ ആഡ് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് ബോക്സിൽ കിട്ടിയിട്ടില്ല. ബോക്സിൽ വേറെ എന്താ കിട്ടിയ വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ബുക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ സംഭവത്തെ എക്സ്ട്രാ ബോക്സ് തുറന്നപ്പോൾ തന്നെ ബുക്ക് തുറന്നപ്പോൾ തന്നെ കഴിച്ച എക്സ്ട്രാ ഫിറ്റിങ്സിന്റെ കാര്യങ്ങൾ ഇതൊക്കെ നമുക്ക് ആഡപ്പ് ചെയ്യാനുള്ള ബുക്കിൽ നമുക്ക് കണക്ട് ചെയ്യാനുള്ള കാര്യങ്ങളും നമ്മളെ ആപ്പിൽ തന്നെ കണക്ട് ചെയ്യണമെന്നൊക്കെ. പിന്നെ ഈ കാണുന്ന കേബിള് നമുക്ക് കുത്തിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഫോണിന്റെ ചാർജ് വെച്ച് കണക്ട് ചെയ്യാം. ഇപ്പൊ കഴിച്ച് നമുക്ക് നമ്മുടെ ചെക്കനെ ഓൺ ആക്കാം. അപ്പൊ ഇത് ഈ കാണുന്ന സംഭവം കേട്ടോ, ഇതാണ് നമുക്ക് ചാർജ് ചെയ്യേണ്ടത്. ഓണാക്കാം, ഓൺ ആയിട്ടോ. അതോ ഫ്രണ്ട് ലൈറ്റ് ഒക്കെ എത്തണ് പൊളിച്ചുട്ടോ. രാത്രി ഒക്കെ അടിക്കാൻ വേറെ മൂടാവും ചെക്ക്. ഗൈസ്, നമ്മുടെ മിറാന എക്സ്പ്ലോററിന്റെ വലിപ്പം വീഡിയോയിലൂടെ കറക്റ്റായി മനസ്സിലാവില്ല. അതിനു വേണ്ടി നമ്മുടെ മോൺസ്റ്റർ റോക്ക് റോളറിനെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവുണ്ടാവും, നമ്മുടെ മോൺസ്റ്റർ റോക്ക് റോളറിനെ കാട്ടിയും വീതിയിലായാലും നീളത്തിലായാലും നമ്മുടെ മിറാന എക്സ്പ്ലോറർ കേട്ടോ വലുത്. ഗൈസ്, അപ്പൊ നമ്മളെ പ്ലേ സ്റ്റോറിൽ നമ്മൾ ആപ്പ് ഇൻസ്റ്റാൾ ആക്കി വെച്ചിട്ടുണ്ട്. ആപ്പിന്റെ പേര് മിറാന എന്നാട്ടാ. അപ്പൊ നമുക്ക് ആപ്പ് ഓപ്പൺ ആക്കാം. അപ്പൊ ആപ്പ് ഓപ്പൺ ആക്കുമ്പോ ഗൈസ് ഇതാ ഇങ്ങനത്തെ ഒരു ഇന്റർഫേസ് ആണ് വരുന്നത്. അപ്പൊ നമ്മൾ ആർസി കാർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാ ഈ ടാപ്പ് ടു കണക്ട് അമർത്തുക. അപ്പൊ അതാ കണക്ട് ആയിട്ടുണ്ട്. അപ്പൊ ഈ കാണുന്നത് നമ്മൾ ആർസി കാറിന്റെ ഈ കാണുന്നതാ 57% ഉണ്ടല്ലോ, നമ്മൾ ആർസി കാറിന്റെ ചാർജ് ആണ് ഇത്. നമ്മൾ ആർസി കാർ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കിട്ടുന്ന നമുക്ക് ഓരോരോ കാര്യങ്ങളാണ്, അതൊക്കെ ഞാൻ കാണിച്ചു തരാം. പിന്നെ ഗൈസ് ഇതിൽ ഒരുപാട് മോഡുകളുണ്ട്. ഇതിലെല്ലാ മോഡും ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കി. അപ്പൊ എനിക്കിത് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട മോഡ് മാത്രമേ പറഞ്ഞുള്ളൂ. എനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഗൈസ് ഈ ഫുട്ബോൾ ടർബോ, ഫ്രൂട്ട് അണ്ടർ, എസ്കേപ്പ് റൂട്ട്, അതൊക്കെ എനിക്ക് എന്തോ കുറച്ച് ലാഗായി തോന്നി. അവരൊക്കെ ബെറ്റർ സ്റ്റേജിലാണ് അത് സംഭവം. കുറച്ച് കാലം കഴിഞ്ഞാൽ അടിപൊളിയാവുണ്ടാവും. ഇപ്പൊ എന്തോ കുറച്ച് ലാഗിയാണ് ആ 3 സംഭവങ്ങള്. പിന്നെ ഈ ഏറ്റവും ഇഷ്ടപ്പെട്ട ഗൈസ് ഈ ഫ്രീ പ്ലേ പ്രാക്ടീസ് മോഡ്, ഈ പ്രാക്ടീസ് ഓഫ്ലൈൻ കിഡിലെ പറഞ്ഞ കിഡിലാണ്. ഞാൻ ഓരോന്നോരോന്ന് കാണിച്ചു തരാം. പിന്നെ ഇതാ ഈ ട്യൂണിങ് ഉണ്ടല്ലോ, ഈ ട്യൂണിങ് നമുക്ക് രാത്രി കറക്റ്റ് കാണാൻ പറ്റും. നമ്മൾ ആർസി കാറിന്റെ ഈ ലൈറ്റ് ഉണ്ടല്ലോ, ഇത് നമുക്ക് ഓരോ തരത്തിലും ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ ചലഞ്ചസ് ആണ്, നമുക്ക് ചലഞ്ചുകൾ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ ആർസി കാരെ നമുക്ക് അപ്ഗ്രേഡ് ചെയ്ത് സ്പീഡ് കൂട്ടാനൊക്കെ പറ്റും കേട്ടോ. അപ്പൊ ഞാൻ ആദ്യം നമുക്ക് ഫ്രീ പ്ലേ കാണിച്ചു തരാം. അപ്പൊ ജസ്റ്റ് ഓപ്പൺ ആക്കി കണക്ട് ചെയ്യുക. കണക്റ്റിംഗ് ആയിട്ടുണ്ട്. ഈ കാണുന്ന സംഭവം ഉണ്ടല്ലോ, ഇത് ഫ്രണ്ടിക്ക് കഴിഞ്ഞാൽ നമ്മൾ ആർസി കാർ ഫ്രണ്ടിക്ക് പോകും, ഇത് ബാക്ക് ആയി കഴിഞ്ഞാൽ നമ്മൾ ബാക്ക് പോകും. അതുപോലെ കഴിച്ച് നമ്മളെ ഗെയിം കളിക്കുമ്പോൾ ടിൽറ്റിംഗ് ഉണ്ടല്ലോ, അതൊക്കെ ഉണ്ട് കേട്ടോ. റൈറ്റിക്ക് ആയി നമ്മൾ ഫോണിൽ റൈറ്റിക്ക് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ടിക്ക് ഓടിക്കുക. അതുപോലെ ലെഫ്റ്റിക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് റിവേഴ്സിങ്ങനെ ഓടിക്കുക. നമ്മൾ ഗെയിം കളിക്കുന്ന പോലെ തന്നെ കഴിച്ച് നമുക്ക് ഫോണിങ്ങനെ ടിൽറ്റ് ചെയ്യുമ്പോൾ വണ്ടി അങ്ങോട്ടൊന്നും ചെരിയും. അതുപോലെ കഴിച്ച് ഈ കാണുന്ന സംഭവം ഉണ്ടല്ലോ, ഇത് വണ്ടിയുടെ ലൈറ്റ് ആണ്. നമുക്ക് വേണമെങ്കിൽ ഓൺ ആക്കാം, ഓഫ് ആക്കാം. വണ്ടിയുടെ ഓണൊക്കെ ഇട്ടിട്ട് വണ്ടിക്ക് കണ്ടാ. പക്ഷെ ഫോണിലാണ് ഗൈസ് അത് കേൾക്കുള്ളൂ. അത് നമ്മളെ ആർസി കാറിലെ കേൾക്കുകയാണെങ്കിൽ കിഡിലിനായിരുന്നു. അതുപോലെ വണ്ടിക്ക് ബ്രേക്ക് ഇതാണ് കണ്ടാ, ബ്രേക്ക് പിടിക്കാം. പിന്നെ ഇത് ഹാൻഡ് ബ്രേക്ക് ആണ്. അത്ര തന്നെ ഗൈസ് ഈ കാണാൻ ഈ ഫ്രീ പ്ലേ മോഡിലുള്ളൂ ഗൈസ്. അപ്പൊ നമ്മുടെ വണ്ടിയുടെ ലൈറ്റ് എങ്ങനെ ചേഞ്ച് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചത്. ഈ കാണാൻ അക്സസറീസ് ഉണ്ടല്ലോ, ഇത് അമർത്താം. നമുക്ക് ഈ ലൈറ്റ് ഇപ്പോൾ ഓൺ ആണ്, നമുക്ക് ഓഫ് ആക്കാൻ വേണ്ടി ഈ ഹെഡ് ലൈറ്റ് ഉണ്ടല്ലോ, ഇത് ഓഫ് ആക്കാം. നമുക്ക് ഓൺ ആക്കിയിട്ട് ഈ ലൈറ്റ് ചേഞ്ച് ചെയ്യാൻ കാണിച്ചു കേട്ടാ. അപ്പൊ നമുക്ക് ഓരോരോ കളേഴ്സായി ചേഞ്ച് ചെയ്യട്ടാ. ഇപ്പോൾ ഓരോരോ കളേഴ്സ് നമുക്ക് ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഈ റോസ് ഉണ്ടല്ലോ, ഇത് നമുക്ക് വേണമെങ്കിൽ മിഡ് ആക്കാം, ഒന്ന് കുറച്ച് ആക്കാം,
പോലെ ഡാർക്ക്, ഭയങ്കര ചെറിയ കുറച്ച് ലൈറ്റ് ആക്കട്ടോ. പിന്നെ ഇപ്പോൾ ഓരോരോ ലൈറ്റുകൾ ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക. ഈ സ്പെഷ്യൽ എഫക്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഈ കാരണം പ്ലേ ഉണ്ടല്ലോ, അമർത്തിക്ക് കഴിഞ്ഞാൽ കളേഴ്സ് ഇത് അങ്ങനെ ബ്ലിങ്ക് ചെയ്ത് കണ്ടോ, അങ്ങനെ ലൈറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്. ഗൈസ് ഈ കാണുന്ന പ്രാക്ടീസ് മോഡ് എന്താന്ന് പറഞ്ഞുതരാ. ഇതാണ് ഗൈസ് നമ്മളെ ബൂസ്റ്റർ ഇല്ല, നമ്മള് ഗെയിമിലൊക്കെ കളിച്ച് കഴിഞ്ഞാൽ ബൂസ്റ്റർ കിട്ടില്ല, കുറെ നേരം ഓടിച്ചു കഴിഞ്ഞാൽ ആ സംഭവമാണ് ഗൈസ് ഇത് നമുക്ക് കാണിച്ചത്. കണ്ട ഈ ബൂസ്റ്റർ ഇപ്പോൾ 0 ആണ്. നമ്മൾ വണ്ടി ഓടിക്കുന്നതോറും ഗൈസ് ഇതിങ്ങനെ കൂടി വരും കേട്ടോ. കണ്ടാ മൊത്തത്തിൽ ഇങ്ങനെ കൂട്ടണം കണ്ടോ. ഗൈസ് അപ്പൊ ഈ കാണുന്ന ട്യൂണിങ് എന്താന്ന് പറഞ്ഞുതരാ. അപ്പൊ നമ്മുടെ വണ്ടിയുടെ ഓരോരോ കാര്യങ്ങളാണ് ഗൈസ് ഇത്. ECU, ഡ്രൈവ് ട്രെയിൻ, റീജനറേറ്റർ, നൈട്രസ്, മോട്ടർ. അപ്പൊ ഈ കാണുന്ന പോയിന്റ് ഉണ്ടല്ലോ, ഈ പോയിന്റ് വെച്ചിട്ടാണ് ഇതൊക്കെ വാങ്ങിക്കേണ്ടത്. അപ്പൊ ഞാൻ ഒന്ന് വാങ്ങിച്ചിട്ടുണ്ട് ഡ്രൈവ് ട്രെയിൻ, എനിക്ക് ഇനി ഇതൊക്കെ വാങ്ങിക്കാണ്ട് ഗൈസ്. അപ്പൊ നമ്മൾ ഓരോന്ന് വാങ്ങിക്കുമ്പോഴും ഗൈസ് ഈ കാണുന്ന സർക്കിൾ ഉണ്ടല്ലോ, ഇതിങ്ങനെ മോളിക്കായിട്ട് വരും. അപ്പൊ നമ്മളെ വണ്ടിയുടെ പെർഫോമൻസ് ലെവലും ഭയങ്കരമായിട്ട് ഇൻക്രീസ് ഔട്ടാ. ഗൈസ് ഈ കാണുന്ന പ്രാക്ടീസ് ഓഫ് ലൈൻ മോഡ് ഉണ്ടല്ലോ, ഇത് കിഡിലെ മോഡാട്ടാ. നമുക്ക് വണ്ടി ഓഫ് റോഡൊക്കെ ഓടിക്കുന്ന ടൈമിൽ ഗൈസ് കിഡിലിനായിട്ട് നമുക്ക് വേണേൽ ഉപകരിക്കും. അതായത് നമ്മൾ ഇക്കോ മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് ഭയങ്കര പതുക്കായിട്ട് നമ്മളെ വണ്ടി പോകൂട്ടോ. കണ്ട ഭയങ്കര സ്ലോ ആയിട്ട് പോവുക. ഇനി റോഡ് ഗൈസ് ഒന്നുകൂടി സ്പീഡ് കൂടും, കണ്ട ഒന്നുകൂടി പവർ കൂടും നമുക്ക്. ഇനി സ്പോട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഗൈസ് ഞാൻ തിരിച്ച് കാണിച്ചു തരാം. വണ്ടി തിരിക്ക് റൈറ്റ് ഇനി സ്പോട്ട് കാണിച്ചു കേട്ടോ. കണ്ടാ വണ്ടി ആ എക്കോനെയും കൂടെ റോഡിനെക്കാട്ടി സ്പീഡിലായിട്ട് നമ്മളെ സ്പോട്ടിൽ പോവുക. ഇത് കറക്റ്റ് നമുക്ക് എവിടെ ഉപയോഗിക്കുക വെച്ച് കഴിഞ്ഞാൽ ഗൈസ് നമ്മളെ വണ്ടി ഓഫ് റോഡൊക്കെ ഓടിക്കുന്ന ടൈമിൽ നമുക്ക് കറക്റ്റ് സ്പീഡ് കൂട്ടേണ്ടതും കുറയ്ക്കേണ്ട അവസ്ഥയൊക്കെ വരും. അപ്പോഴാണ് ഇത് കറക്റ്റായിട്ട് ഉപകരിക്കുക. ഗൈസ് ഈ കാണുന്ന ചലഞ്ചസ് എന്താന്ന് പറഞ്ഞുതരാം. പ്ലേ 30 മിനിറ്റ്, അരമണിക്കൂർ നമ്മുടെ വണ്ടി ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ട്രാവൽ 20 കിലോമീറ്റർ, നമ്മുടെ ആസിക്കാർ 20 കിലോമീറ്റർ ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ലോഗിൻ ഫോർ കോൺസിക്യൂട്ടീവ് ഡേയ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 4 ദിവസം ആപ്പ് ഓപ്പൺ ആക്കിയിട്ട് നമ്മുടെ ആസിക്കാർ ഓടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ചലഞ്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ ഈ ചലഞ്ച് ഒക്കെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ കാണുന്ന പോയിന്റ്സും ഈ കാണുന്ന ഡയമണ്ടും ഇൻക്രീസ് ചെയ്യൂട്ടാ. രാത്രി ഓടിക്കാൻ ആൾ വേറെ വൈബട്ടാ. പകലോടിക്കുന്ന കാട്ടിയും എനിക്ക് ഇഷ്ടപ്പെട്ടത് രാത്രി ഓടിക്കാനാണ്. പെർഫോമൻസ് ലെവൽ ഒന്നും പറയാനില്ല, വേറെ ലെവല്. നമ്മുടെ ചാനലിലെ ഒരുപാട് ആർസിക്കാർ അൺബോക്സ് ചെയ്തിട്ടുണ്ടെങ്കിലും രാത്രി ഇത്രയും കിടലായിട്ട് ഓടിക്കാൻ പറ്റിയ ആർസിക്കാർ ആദ്യമായിട്ടാണ് കൊണ്ടുവരുന്നത്. ഇവന് ഒരു ചെറിയ ബ്ലൂടൂത്ത് സ്പീക്കർ കൂടി കൊടുക്കായിരുന്നു കാറിന്റെ ഉള്ളിലായിട്ട്. എന്നാ ഒരു DJ വൈബായനെ മൊത്തത്തില്. അപ്പൊ ഗൈസ് ഇതാരെങ്കിലും വാങ്ങിക്കണമെങ്കിൽ ലിങ്ക് താഴെ കൊടുത്തേക്കാം. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലത്തെ വെറൈറ്റി ടോയ്സ് വീഡിയോസ് ഇട്ടാൻ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പൊ ഗൈസ് നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ ബൈ. ലൈറ്റ് ഓൺ ആക്കടാ.